നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ചയാകേണ്ടത്, എന്താണ് പ്രചാരണ വിഷയമാകേണ്ടത് എന്ന കാര്യത്തിലൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിലമ്പൂരിൻ്റെ വികസനവും വന്യമൃഗശല്യവും ചർച്ചയാകണം, അത് പ്രധാന ചർച്ചയാകണം എന്നുള്ളതാണ് നിലമ്പൂരുകാരുടെ അഭിപ്രായം. കാണാം ചില പ്രതികരണങ്ങൾ. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി നിലമ്പൂർ ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് നിലമ്പൂരിൽ ചർച്ചയാകേണ്ടത്? അൻവർ പറയുന്നത് പോലെ പിണറായിസമോ UDF പറയുന്ന ഭരണവിരുദ്ധ വികാരമോ? നിലമ്പൂരുകാർ തന്നെ പറയട്ടെ. ശരിക്ക് നിലമ്പൂരിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത്? പിന്നെ ഇപ്പോൾ കാട്ടാന ശല്യം ഉണ്ടാകലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുവാന, അല്ലാത്തതൊന്നുമില്ല. നിലമ്പൂരിൽ ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയം നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങളാണ്. നിലമ്പൂരിന് വേണ്ട പ്രശ്നങ്ങളാണ് നിലമ്പൂരിന് ചർച്ച ചെയ്യേണ്ട വിഷയം. ഇവിടെ ഒന്നാമത് നമുക്ക് പറയാമല്ലോ, ഇവിടെ ബൈപ്പാസ്, ഇവിടെ ആകെ എന്നും ഇവിടെ ദുരിതത്തിലാണ്, വാഹനങ്ങളായാലും ആളുകളായാലും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഇവിടെയൊക്കെ ആനകളും പുലികളും കടുവകളൊക്കെ ഉണ്ട്. അതിന് സർക്കാരുകൾ ഒന്ന് ഉഷാറാവണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. നിലമ്പൂർ റോഡിൻ്റെ അനിശ്ചിതത്വം, പിന്നെ മൃഗങ്ങളെ ശല്യം, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയ വികസനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നിലമ്പൂരിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. നിലമ്പൂർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും കലാമിറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാച്ചുറൽ കലാമിറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂരാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനുള്ള എന്തെല്ലാം സജ്ജീകരിക്കണോ അതെല്ലാം നിലമ്പൂരിന് ചെയ്യണം. കാരണം തമിഴ്നാട്, വയനാട് എല്ലാം കൂടി ഉൾക്കൊള്ളേണ്ട ഒരു പ്രദേശമാണത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം ഇപ്പോഴത്തെ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്താ വെച്ചാൽ, ഇവിടെ ആദ്യം ചെയ്യേണ്ട വന്യമൃഗങ്ങളെ ശല്യമാണുള്ളത്, അതൊന്ന് ഒഴിവാക്കി കിട്ടണം. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ കളികളാണുള്ളത്, നോക്കത്തായിരിക്കും ഇവിടെ ജയിക്കുക. വികസനമാണ് ചർച്ചയാവേണ്ടത്. പക്ഷേ വികസനം നടക്കുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാർ നല്ല വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം. പിന്നെ പല മേഖലകളിലും ചെറിയ ചെറിയ പരാജയങ്ങളും ചെറിയ ചെറിയ തെറ്റുകളും വരുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഏത് ഗവൺമെൻറ് ആയാലും കണക്കാണെന്നുള്ള ആളുകൾ പറയുന്ന അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. നിലമ്പൂർ മെയിനായിട്ട് ഇപ്പോൾ ബ്ലോക്കാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ബ്ലോക്കാണ് തീർന്നിട്ടുണ്ട്. റോഡ് ബൈപ്പാസ് പെട്ടെന്ന് ശരിയാണോ, അതൊക്കെ തന്നെയാണ് പറയുന്നത്. നിലമ്പൂർ ചർച്ച ചെയ്യുന്ന നിലമ്പൂരിലെ പ്രശ്നങ്ങളാണ്. അത് പൊതുവേ ഇവിടെ വന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് സമൂഹം. പക്ഷേ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നിലമ്പൂർ ടൗണിൽ മാത്രം കേന്ദ്രീകരിച്ച ഒന്നുമില്ല. നിലമ്പൂർ, വഴിക്കടവ്, പോത്തുകൽ, അമരമ്പലം പല പ്രദേശങ്ങളിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. രാഷ്ട്രീയത്തിനുപരി നിലമ്പൂരിന്റെ പ്രശ്നങ്ങളും വന്യജീവി ശല്യവുമെല്ലാം ചർച്ച ചെയ്യണമെന്നാണ് നിലമ്പൂരുകാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് അംഗമൊരുങ്ങുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഇവർ കരുതുന്നത്. ക്യാമറ പേഴ്സൺ വിഷ്ണു കച്ചേരിക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ. നിലമ്പൂരിലെ പ്രാദേശിക പ്രശ്നങ്ങളും അവിടെയുള്ള ജനകീയ പ്രശ്നങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകണം എന്നുള്ളതാണ് വോട്ടർമാർക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ പോരാട്ടം അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള പൊതുവായ വിഷയങ്ങൾ, സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാട്, പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് സജീവമായി ഉയർത്താനുള്ള നീക്കത്തിലാണ് മുന്നണികൾ. അവർ പ്രചാരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു.